സ്ട്രോക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ശരിയായ ആഹാരരീതിയിലൂടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത 80% വരെ കുറയ്ക്കാൻ സാധിക്കും. ആഹാരത്തിൽ പൂരിത കൊഴുപ്പിന്റെയും ട്രാൻസ് ഫാറ്റ്സിന്റെയും ഉപയോഗം ഒഴിവാക്കണം. സ്ട്രോക്ക് ഉണ്ടാകാനുള്ള മുഖ്യ കാരണം പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പാരമ്പര്യമായി സ്ട്രോക്ക് സാധ്യതയുള്ളവർ പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ സ്ട്രോക്കിനുള്ള സാധ്യത കുറച്ചു നിർത്താം. അമിതവണ്ണമുള്ളവർ ശരീരഭാരം കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. ദിവസവും അരമണിക്കൂർ നടക്കുന്നത് സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ വ്യായാമമാണ്. ആഹാരരീതി: ഭക്ഷണ ക്രമീകരണത്തിലൂടെ വലിയൊരളവോളം രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. ശരീരത്തിനാവശ്യമായതിൽ കൂടുതൽ ഊർജ്ജമുള്ള ആഹാരം കഴിക്കുന്നത് ശരീരഭാരം കൂടാൻ കാരണമാവുന്നു. ഭക്ഷണത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനോടൊപ്പം ആഹാരത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുന്നതും സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും. ഉപ്പ് അധികമടങ്ങിയ ആഹാരസാധനങ്ങൾ, അച്ചാർ, പപ്പടം, ടിൻ ഫുഡ്സ്, സോസ്, ഡ്രൈ ഫിഷ് ഇവയെല്ലാം ആഹാരത്തിൽ നിന്ന് ഒഴിവാക്കണം. ഇതിലൂടെ ഉയർന്ന BP മൂലം സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഇല്ലാതാക്കാം. പ്രായപൂർത്തിയായ ഒരാൾ ദിവസം 6 ഗ്രാം ഉപ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ശരിയായ ആഹാരരീതിയിലൂടെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത 80% കുറയ്ക്കാൻ സാധിക്കും. ആഹാരത്തിൽ പൂരിത കൊഴുപ്പിന്റെയും ട്രാൻസ് ഫാറ്റ്സിന്റെയും ഉപയോഗം ഒഴിവാക്കണം. ഇവയുടെ ഉപയോഗം ചീത്ത കൊളസ്ട്രോളിന്റെ LDL അളവ് കൂടാനും നല്ല കൊളസ്ട്രോളിന്റെ HDL അളവ് കുറയ്ക്കാനും കാരണമാവുന്നു. LDLന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുന്നത് സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എണ്ണയിൽ പൊരിച്ചും വറുത്തതുമായ ആഹാരം ഒഴിവാക്കുന്നതും ശരീരത്തിൽ പൂരിത കൊഴുപ്പിന്റെയും ട്രാൻസ് ഫാറ്റ്സിന്റെയും ലഭ്യത കുറയ്ക്കുന്നു. വറുത്തതും പൊരിച്ചതുമായ ആഹാരസാധനങ്ങളുടെ ഉപയോഗം മുട്ട പോലുള്ള ആഹാരസാധനങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ കൊളസ്ട്രോളിന്റെ അളവ് ഉയർത്തുന്നതാണ്. ചിപ്സ്, വട, ബജി എന്നിവ. നാരുകൾ ധാരാളം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, സോയാബീൻ, ഇലക്കറികൾ ഇവയെല്ലാം ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുന്നത് സ്ട്രോക്ക് ഉണ്ടാകുന്നത് തടയുന്നു. പച്ചക്കറികളും മീനും: ആഹാരത്തിൽ കൂടുതലായി പച്ചക്കറികൾ, പഴങ്ങൾ, തവിട് നീക്കാത്ത ധാന്യങ്ങൾ, മീൻ എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മീൻ കറിവെച്ച് കഴിക്കുന്നതും സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കും. എല്ലാ ദിവസവും മീൻ കഴിക്കുന്നവർക്ക് മീൻ ആഹാരത്തിൽ ഉൾപ്പെടുത്താത്തവരേക്കാൾ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മീനിലുള്ള ഒമേഗ-3 എന്ന പദാർത്ഥം രക്തക്കുഴലിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു. ഒമേഗ-3 കൂടുതൽ അടങ്ങിയിരിക്കുന്ന മത്സ്യങ്ങൾക്കുദാഹരണമാണ് മത്തി, അയല, ചൂര, ട്യൂണ തുടങ്ങിയവ. ദിവസവും പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് സ്ട്രോക്കിനുള്ള സാധ്യത 32% കുറവാണ്. എല്ലാ ദിവസവും മാംസാഹാരം, പ്രത്യേകിച്ചും മട്ടൺ, ബീഫ് ഇവ കഴിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് പക്ഷാഘാതത്തിനുള്ള സാധ്യത ഇരട്ടിയാണ്. വിറ്റമിൻ B6, ഫോളിക് ആസിഡ് ഇവ അടങ്ങിയ ആഹാരസാധനങ്ങൾ, ഉദാഹരണം ചീര, വാൽനട്ട്, കാരറ്റ്, പയർ, ധാന്യങ്ങൾ, സൂര്യകാന്തി എണ്ണ, ബ്രൊക്കോളി, മറ്റ് ഇലക്കറികൾ മുതലായവ ഹോമോസിസ്റ്റീൻ എന്ന അമിനോ ആസിഡിന്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കുന്നു. ഹോമോസിസ്റ്റിന്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് സ്ട്രോക്കിനും ഹൃദ്രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പൊട്ടാസ്യം അടങ്ങിയ ആഹാരസാധനങ്ങൾ, ഉദാഹരണം പഴങ്ങൾ, പച്ചക്കറികൾ ഇവയും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്ട്രോക്കിനെ പ്രതിരോധിക്കാൻ ഉത്തമമാണ്. മാട്ടിറച്ചി, പോത്തിറച്ചി, അമിതമായി മധുരവും ഉപ്പും ചേർത്ത ആഹാരം, കൊഴുപ്പ് നീക്കാത്ത പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു ഇവയെല്ലാം ഭക്ഷണക്രമത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കി നിർത്തുക. കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഹെൽത്ത് ആൻഡ് ഗ്ലോ.